നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആരെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നൊരു കൺഫ്യൂഷൻ. അതായത് PM ശ്രീ പദ്ധതി കേരളത്തിൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളോട്, നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാകും. നാളൊരു കാലത്ത് ഈ CJP പോലെ ഈ കുട്ടികൾ, അടുത്ത തലമുറ, അടുത്തൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് മരണമണി. അതെ, അവർ ചോദ്യം ചെയ്താൽ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കതിനൊന്നും ഒരു മറുപടിയില്ല. പിന്നെ VD സതീശൻ സർക്കാരിന് LDF ഇച്ഛിച്ചതുപോലെ അല്ല, CPI ഇച്ഛിച്ചതുപോലെ വേണമെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു കിടക്കാം. മുസ്ലിം ലീഗ് ഇച്ഛിക്കുന്നത് പോലെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു കിടക്കാം. വളരെ തന്ത്രപരമായ കുരുക്കാണ് കേന്ദ്രം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ കക്ഷത്തുള്ളത് പോകാനും പാടില്ല, ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം. അത് നടപ്പില്ല എന്ന് കേന്ദ്രം പറയും. പക്ഷെ കേന്ദ്രം കൊണ്ടിട്ടയക്കുന്ന ഒരു പൂട്ട്, അതായത് ഈ ത്രാസ് പോലെ ഒരാൾ VD സതീശൻ സർക്കാരിന് മാത്രമല്ല, അത് പ്രതിപക്ഷത്തിനും ബാധകമാണ്. കാരണം വിദ്യാർത്ഥി സമൂഹം നാളെ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇത്രയും ബാക്ക്വേർഡായി ഇനിയും തുടരുന്നു? കാരണം ആൾറെഡി നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ബാക്ക്വേർഡ് ആണ്. കാരണം തമിഴ്നാട് എടുത്താൽ പോലും തമിഴ്നാട്ടിലെ ഒരു കുട്ടിക്ക് IAS കോച്ചിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ 6ാം ക്ലാസ് തൊട്ടൊക്കെ തുടങ്ങുകയാണ് പഠിത്തം. അവൻ്റെ സ്കൂൾ സിലബസിനൊപ്പം അവൻ തുടങ്ങുകയാണ്. അവിടെ അതിനുള്ള സംവിധാനമുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. നോർത്ത് ഇന്ത്യ എടുക്കൂ. നമ്മൾ ഇവിടെ ഈ CBSE എക്സാം എഴുതുന്നു, 11th 12th എഴുതി ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം മാർക്ക് വാങ്ങിക്കുന്നു, ജയിക്കുന്നു. ഹയർ സ്റ്റഡീസിന്റെ ഒരു ഇന്റർവ്യൂവിനോ അവിടെ ചെല്ലുമ്പോൾ അവരെ മുന്നിൽ നമ്മുടെ വിരലുണ്ടാകുന്ന കുട്ടികൾ മാത്രമാണ് അവരെ മുന്നിൽ കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏത് മേഖലയല്ലായിരിക്കും. എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, ആ രീതിയിൽ ചെറുപ്പത്തിലേ പഠിച്ചു വരുന്നവർ, അവരാണ് പിടിച്ചു നിൽക്കുന്നത്. അതെ, അല്ല ഇതിനകത്ത് രാജേഷ് ഞാൻ പറഞ്ഞത് PM ശ്രീയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റം പറഞ്ഞു. PM ശ്രീയുടെ ഇപ്പോഴത്തെ ഈ നമ്മുടെ രാജ്യസഭയിൽ ഒരു ചോദ്യം വന്നു. അതിന് ഈ സഹമന്ത്രി PV അബ്ദുൾ വഹാബാണ് MP ആണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി അനുസരിച്ചാണെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്മാറാം. ഇപ്പോൾ VD സതീശൻ ആദ്യം കയറിയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞത് UDF സർക്കാർ പറഞ്ഞത് PM ശ്രീ പദ്ധതി ഇനി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവർ ഒപ്പിട്ട് പദ്ധതിയിൽ പ്രവേശിച്ച് അതിൻ്റെ ആദ്യത്തെ ഗഡു വാങ്ങി എന്നാണ് VD സതീശൻ ഔദ്യോഗികമായി പറഞ്ഞത്. അതുകൊണ്ട് ഇതിന് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാം, പക്ഷെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും, തിരിച്ചടക്കേണ്ടി വരും. അത് തിരിച്ചടക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾക്ക് പിന്മാറാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇവർ പറഞ്ഞത് UDF സർക്കാർ പറഞ്ഞത് ഈ LDF ഇതിൽ ഒപ്പിട്ട് പോയത് കൊണ്ട് ഇനി സർക്കാരുകൾ തുടർച്ചയാണ്, നമുക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നാണ്. സത്യത്തിൽ മുസ്ലിം ലീഗിന് ഇത് നടപ്പാക്കണമെന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ CPMനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം പ്രയോഗിച്ചതാണ്. വിഷം പ്രയോഗിച്ചു. അതാണ് ശരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ CPM സമ്മർദ്ദത്തിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാബിനറ്റിലൊന്നും ആലോചിച്ചില്ല. ശിവൻകുട്ടി നേരെ അങ്ങ് കയറി ഒപ്പിടാൻ തീരുമാനിച്ചു. എന്നുവെച്ചാൽ പിണറായിയോട് ചോദിച്ചിട്ടുണ്ടാകും, മുഖ്യമന്ത്രിയല്ലേ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു കാണും, നമുക്കറിയില്ല. പക്ഷേ ഇത് വിശദമായ മുന്നണി യോഗത്തിലൊന്നും ചർച്ച ചെയ്തില്ല. CPIയിലെ മന്ത്രിമാർ തന്നെ ഇത് അറിഞ്ഞില്ല. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണമല്ലോ. അപ്പോൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിട്ടില്ല, ഇത് ഈ പറഞ്ഞതുപോലെ മുന്നണിയിൽ ചർച്ച ചെയ്തില്ല എന്നൊക്കെയാണ് CPIക്കാർ പറയുന്നത്. അതിനകത്തൊക്കെ എത്ര വാസ്തവം ഉണ്ടെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ അവരുടെ ഈഗോ ഹർട്ട് ചെയ്തു. കാരണം മുന്നണിയിലൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ നിങ്ങൾ വലിയേട്ടനും ഞങ്ങൾ ചെറിയേട്ടനും, അത് മാത്രമുള്ള വിഷയം. അതാണ് ഒരു ചുക്കൂല. കാരണം ഇവിടെ നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അപ്പം കേന്ദ്രം ഒരു പദ്ധതിയിൽ ഏതാണ്ട് 1000 കോടി രൂപ തരാമെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചെടുത്ത് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ നന്നാക്കി പിള്ളേരെ പഠിക്കാൻ വിടണമെങ്കിൽ നല്ല കെട്ടിടങ്ങൾ വേണ്ടേ? ഇവിടെ ഫണ്ടില്ല. ഇവിടെ ഒരു 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ കെട്ടിടം പണിയാൻ ആവശ്യമായ ഫണ്ടില്ല. പണിഞ്ഞ കെട്ടിടങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. ചുവരൊക്കെ അടന്നു വീഴുന്നു, മേൽക്കൂര പൊളിഞ്ഞു വീഴുന്നു,
വലിയ ദുരിതമാണ് പല സ്ഥലത്തും. പണിഞ്ഞിട്ട് 5-10 വർഷമായ കെട്ടിടങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ രസകരമായ സംഭവമാണ്. ഇവിടുന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം നെടുമങ്ങാട് ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ല അവിടെ ഒരു സ്കൂളിലേക്ക് പ്രൈമറി ക്ലാസ് മുതലുണ്ട്. സ്കൂളിലേക്ക് ഇവിടുന്ന് ഉദ്യോഗസ്ഥർ പെട്ടിയും വോട്ടർ സാമഗ്രികളായിട്ട് ചെന്ന് അവർ ക്ലാസ്സിനകത്തേക്ക് കയറുന്നു. അവർക്കൊരു ക്ലാസ് അലോട്ട് ചെയ്തു. ഒരു പോളിംഗ് ബൂത്താണ്. അപ്പോൾ അവർ അതിനകത്താണ് കഴിയേണ്ടത്. പിറ്റേ ദിവസം രാത്രി വരെ ഇത് തിരിച്ച് ഏൽപ്പിക്കുന്നത് വരെ. അവർ വൈകുന്നേരം ഇപ്പോൾ ലൈറ്റ് ഇട്ടു. ആ തലക്കറക്കം അവർക്ക് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് മാറുന്നില്ല. കാരണം അത് ഈ യു പി കുട്ടികളുടെ ക്ലാസ് ആയിരുന്നു. മൊത്തം മറ്റേ ഈ സീക്വൻസ് ലൈറ്റ് ഉണ്ട്, നീല, പച്ച, ചുവപ്പ്, വെള്ള, ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ആ സ്കൂളിൽ ആ ക്ലാസ്സിൽ ഒരു നോർമൽ ലൈറ്റ് ഇല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഇത് അനുഭവിച്ച ഉദ്യോഗസ്ഥർ അതിനകത്ത് 2 ദിവസം ഇരിക്കേണ്ടി വന്നു. വോട്ട് ഇടാൻ പോളിങ്ങിന് വേണ്ടി വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ. ഈ നിറം കലർന്ന ലൈറ്റുകളാണ് അതേപോലത്തെ ക്ലാസ്സുകളാണ് ഉണ്ടാക്കി ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യം ഇനിയിപ്പോൾ UDF ഈ വിഷയത്തിൽ എന്ത് പറയും? PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഇവർ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പ്രതിപക്ഷം വലിയ കാരണം അവർക്ക് വീണ് കിട്ടിയ ഒരു ഇരയാണ്. അതുകൊണ്ട് തന്നെ അവർ നമുക്കറിയാമല്ലോ, പണ്ട് ഡോക്ടർ JV വിളനിലത്തിനെതിരെയൊക്കെ നടന്ന സമരം, അതുപോലെ തന്നെ സ്വാശ്രയ കോളേജ് വിഷയത്തിൽ നടന്ന സമരം ഒക്കെ നമുക്കറിയാം അല്ലേ? ഉന്നത വിദ്യാഭ്യാസത്തെ സ്വാശ്രയ മേഖലയ്ക്ക് തീറെഴുതുന്നു എന്ന് പറഞ്ഞ് വലിയ സമരമാണ് ഇടതുപക്ഷം അഴിച്ചുവിട്ടത്. എന്നിട്ട് അവരധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? അത് തന്നെ നടപ്പാക്കി. അവരും അത് തന്നെ നടപ്പാക്കി, അത് ഫോളോ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണ്? അത് സർക്കാരുകൾ തുടർച്ചയാണ്, നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. ഇവരും അത് തന്നെയാണ് പറയുന്നത്. സത്യത്തിൽ ഈ മുസ്ലിം ലീഗിന് പോലും ഇത് നടപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇതിനകത്ത് എന്താ അപകടമുള്ളത്? കേന്ദ്ര സർക്കാർ സ്കൂളുകൾ നവീകരിക്കാൻ പണം കൊടുക്കുന്നു, അതിനകത്ത് സിലബസിൽ ഇടപെടുന്നില്ല, സ്കൂളിൻ്റെ നടത്തിപ്പിൽ ഇടപെടുന്നില്ല. കൃത്യമായിട്ട് ഈ പണം വിനിയോഗിച്ച് അവർ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അതവർ പരിശോധിക്കും, അത് ഓഡിറ്റബിളാണ്. CNTG-യുടെ ഓഡിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന തുക വകമാറ്റി ചെലവഴിക്കരുത്. ഇതൊക്കെയാണ് നിബന്ധന. ഇവിടെ പഠിച്ചിരിക്കുന്ന അതാണ്. ഇവിടെ റോഡ് നന്നാക്കാൻ കൊടുക്കുന്ന പൈസ എടുത്ത് ആശുപത്രി നന്നാക്കും. ആശുപത്രി നന്നാക്കാനുള്ള പൈസ എടുത്ത് കുടിവെള്ള വിതരണം നടത്തും. കുടിവെള്ള വിതരണം ചെയ്യാനുള്ള പണം എടുത്ത് നെൽകർഷകർക്ക് സബ്സിഡി കൊടുക്കും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഇത് നടക്കില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് ആയുഷ്മാൻ ആരോഗ്യമന്ത്രിൻ്റെ കാര്യം അറിയാമല്ലോ. കപ്പലും കപ്പിത്താനും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആ മഹിളാരത്നം അവസാനം ഗതികെട്ട് തോറ്റു തുന്നം പാടി വരട്ടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനോട് സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ പ്രസംഗിച്ച ആ മഹതി ഒടുവിൽ തോറ്റു തൊപ്പിയിട്ട് എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും തോക്കുന്നതിന് മുമ്പേ എഴുതി വെച്ചു ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് എഴുതി വെച്ച്. ഫലം എന്താ? 2 വർഷത്തെ ഫണ്ട് ലാപ്സായി. അതല്ലാതെ എന്താ ഗുണമുണ്ടായത്? ഇവിടെയും അതുപോലെ മുസ്ലിം ലീഗിനും UDF-നും ഒന്നും ഇവരെ പോലത്തെ കടുംപിടുത്തമില്ല. ഇവരാണ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അത് പിന്നെ വലിയ വിവാദമാക്കുന്നതും ഒക്കെ LDF-ൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ്. പക്ഷേ UDF-ന് എങ്ങനെയെങ്കിലും, അതാണ് മുസ്ലിം ലീഗ് പറഞ്ഞ ഷാജിയൊക്കെ പറഞ്ഞത്, എന്താ അതിൽ കുഴപ്പമാണ്, നടപ്പാക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയവരാണ് അവർ. അപ്പോൾ പക്ഷെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇവർ ഒരു നരേറ്റീവ് ഉണ്ടാക്കി എടുത്തു കളഞ്ഞു. ഈ CPI വെച്ച ഒരു കെണിയിൽ CPM പെട്ടുപോയി. അങ്ങനെയാണ് CPM അവസാന നിമിഷം എന്നാൽ പിന്നെ അത് നടപ്പാക്കണ്ടെന്ന് പറഞ്ഞ് പിന്മാറി. കാരണം അവർക്കറിയാം ഇത് പിന്മാറാൻ പറ്റും. പിന്മാറിയാലുള്ള ദോഷം ഫണ്ട് കിട്ടത്തില്ല. എന്തെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഇത്രേ ഉള്ളൂ. തിരിച്ചു കൊടുക്കണം. അടുത്ത പദ്ധതി വിഹിതത്തിൽ നിന്ന് അവരും കുറച്ചോളും. അതെ, കൊടുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കുറയ്ക്കില്ല എന്ന് ഇവർ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരല്ലേ കൊടുക്കുന്നത്. അവരത് കുറച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷം വാസ്തവത്തിൽ CPI വെച്ച ഒരു ട്രാപ്പിനകത്ത് CPM പെട്ട് അങ്ങനെ ആകെ നാശക്കോടാലിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത സർക്കാർ വരുന്നത്. അപ്പോൾ അടുത്ത സർക്കാർ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒപ്പിട്ട് പോയി, ഇനിയിപ്പോൾ നമുക്കതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഇനിയുള്ള ഫണ്ട് കിട്ടത്തില്ല. 2, ഈ വാങ്ങിയ ഫണ്ട് തന്നെ പദ്ധതി വിഹിതത്തിൽ കുറയും. വേറെ ഏതെങ്കിലും പദ്ധതി വിഹിതത്തിൽ നിന്ന് അത് കട്ട് ചെയ്യും കേന്ദ്ര സർക്കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിത് ഇനി പിന്മാറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് UDF താളം ചവിട്ടിയത്. അപ്പോൾ ലീഗും സ്വാഭാവികമായിട്ട് ലീഗ് എന്ത് ചെയ്തു? അത് ലീഗിൻ്റെ അണികളെ തൃപ്തിപ്പെടുത്തണമല്ലോ. കാരണം ഇവിടെ ഇപ്പോൾ BJP RSS വിരോധം പറഞ്ഞാലേ കേരളത്തിൽ എന്ത് കാര്യവും നടക്കുകയുള്ളൂ.
നടക്കണമെങ്കിലും നടക്കാതിരിക്കണമെങ്കിലും BJP RSS വിരോധം പറയണം. ഇതാണ് ഒരു സാഹചര്യം. അപ്പോൾ BJP പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നടത്തിയെടുക്കാം, വേണമെങ്കിൽ ഒരു കാര്യം അട്ടിമറിക്കുകയും ചെയ്യാം. ഇതാണ് സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ലീഗുകാർ പറഞ്ഞു, അല്ല ഞങ്ങളത് പ്രത്യേക സമിതിയെ വയ്ക്കും, പഠിക്കാൻ ആളെ അത് നിയോഗിക്കും. എന്നിട്ട് ഇതൊക്കെ സത്യത്തിൽ ഈ അണികളുടെ ഇടയിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു പറാട്ട നാടകമാണ്. ഇവരെ സംബന്ധിച്ച് ഈ പണം കിട്ടിയാൽ എത്ര 1000 കോടി രൂപയ്ക്ക് അടുത്ത് കിട്ടുകയാണ്, 900 കോടി രൂപ കിട്ടുകയാണ്. അത് കിട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യാം. ഈ മേഖലയിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ടില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് അവർ. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം പിന്നെ UDFന് പറഞ്ഞു നിൽക്കാം, LDF ഒപ്പിട്ടതല്ലേ, ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഞങ്ങൾ സർക്കാർ തുടർച്ചയല്ലേ, ഞങ്ങൾക്കിത് നടപ്പാക്കിയേ പറ്റുള്ളൂ എന്ന്. പക്ഷെ അതിനാണിപ്പം കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൗധരി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇവർക്ക് പിന്മാറാം. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ ആനുകൂല്യങ്ങൾ നഷ്ടമാകും. ഇതുവരെ ഇത് ഒപ്പിട്ടൊക്കെ നമ്മുടെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ധാരണാപത്രം ഒപ്പിട്ടു. പക്ഷേ നടപ്പാക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. നോക്കൂ, ഏതൊക്കെ സ്കൂളുകളിലാണിത് നടപ്പാക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് പോലും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അവരാകെ കൊടുക്കുന്ന പണം ഇങ്ങോട്ട് അതനുസരിച്ച് കൊടുക്കുന്നു. ഓരോ സ്കൂളിനും എസ്റ്റിമേറ്റ് അനുസരിച്ച് പണം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവർ വേറെ ഒന്നും അതിനകത്ത് ഇടപെടുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ എയ്ഡഡ് മേഖലയിൽ ഈ പണം വാങ്ങിച്ച സ്കൂളുകളുണ്ട്, കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്, ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞു, ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞു. അതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ്, അവരുടെ ലാഭം അതാണ്. ഇത് സംസ്ഥാന സർക്കാരിന് ഞങ്ങൾ PM ശ്രീ നടപ്പാക്കും, എന്താ ആരാ ചോദിക്കാൻ, ഞങ്ങളെ ജനം തിരഞ്ഞെടുത്ത് അയച്ചത് അതിനാണ്, ഞങ്ങളത് നടപ്പാക്കും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് പറഞ്ഞ് ഇവർ UDF സർക്കാർ സധൈര്യം മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഈ ഇടതുപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ഈ നരേറ്റീവ് അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നാണ് UDF സർക്കാരിൻ്റെ ഭയം. ഒരു തിരിച്ചടിയാകില്ല, ലീഗിനും തിരിച്ചടിയാകില്ല, സർക്കാരിനും തിരിച്ചടിയാകില്ല. കാരണം ഇവിടുത്തെ നമ്മുടെ കുട്ടികൾ നല്ല സൗകര്യങ്ങളിലിരുന്ന് പഠിക്കുന്നു. അവർ പഠിക്കുന്ന സമയത്ത് കെട്ടിടം ഇടിഞ്ഞു വീഴാതെ അപകടത്തിൽപ്പെടാതെ, നമുക്ക് പാമ്പും പഴുതാരയും തേളും കയറുകയാണ്. കുട്ടികൾ സ്കൂളിനകത്ത് വെച്ച് പാമ്പ് കടിയേറ്റ് മരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഝാർഖണ്ഡോ ഛത്തീസ്ഗഡോ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും അങ്ങനൊരു ആദിവാസി ഗോത്ര മേഖലയിൽ പോലും അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പ്രബുദ്ധരെന്ന് പറയുന്ന നമ്മുടെ മലയാളി, വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ 1 എന്ന് പറയുന്ന മലയാളി മനസ്സിലാക്കേണ്ട കാര്യം, ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേറ്റ് കുട്ടികൾ മരിച്ച ഒന്നിലധികം സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യം കുറേ സ്കൂളുകളിലെങ്കിലും ഏർപ്പെടുത്തുന്നതിനെ നമ്മൾ എന്തിനാണ് തടയുന്നത്? എന്ത് രാഷ്ട്രീയം? ഇതൊന്നും രാഷ്ട്രീയമല്ല, ഇതൊക്കെ സത്യത്തിൽ ഈ എന്താ പറയുക, നെറികെട്ട രാഷ്ട്രീയം എന്നാണ് അതിന് പറയുന്നത്. ഒരു പ്രയോജനവുമില്ലാത്ത വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ BJP RSS വിരോധം പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ, അത് നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന വൃത്തികെട്ട നാടകമാണിതൊക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം, ഇവർക്ക് UDF LDF, അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPM, CPI, പിന്നെ അതിലാർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം കൂടി ഇവരെല്ലാം കൂടി ഇനി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് ഇന്ത്യ മുന്നണി കേരളത്തിൽ ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണി ഒരുമിച്ചിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യണം. BJP സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതി കുട്ടികൾക്ക് വേണ്ടി ഇനിയെങ്കിലും എടുക്കാമോ അതോ വേണ്ടയോ? വേണ്ടെങ്കിൽ വേണ്ടെന്ന് പ്രതിപക്ഷം കട്ടായം പറയണം. അതെ, പ്രതിപക്ഷവും ഈ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ ഇത് പഠിക്കണ്ട, നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊന്നും പഠിക്കണ്ട, ഈ സൗകര്യങ്ങളൊന്നും അവർക്ക് വേണ്ട എന്ന് അതെ കൃത്യമായിട്ട് രേഖാമൂലം സഭയിൽ അത് എഴുതി കൊടുത്ത് ഭരണപക്ഷം അത് അംഗീകരിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രമേയമൊക്കെ പാസ്സാക്കുന്നവരാണല്ലോ. എന്തായാലും BJPയുടെ 3 MLA അതിന് കൂട്ടു നിൽക്കില്ല, അവരെതിർക്കും. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്ന് ഒരു പ്രമേയമൊക്കെ പാസ്സാക്കി ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാം. വാങ്ങിച്ച പൈസ വല്ലതും ഉണ്ടെങ്കിൽ ആ കാശ് അവരവിടെ നിന്ന് പിടിച്ചോളും, അടുത്ത പദ്ധതി വിഹിതത്തിൽ നിന്ന് അവർ പിടിച്ചോളും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് അങ്ങോട്ട് പൈസയൊന്നും കൊടുക്കണ്ട, പക്ഷേ നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ കുറവ് വരും. പിന്നെ
ഒരു കാര്യമുള്ളത്, ഇവിടുത്തെ ജനങ്ങളോട്, ഭാവി തലമുറയോട് നിങ്ങൾ രണ്ടുപേരും മറുപടി പറയേണ്ടി വരും. ഞങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തെ ഇല്ലാതാക്കിയത്, ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് പാര വെച്ചത് ഒക്കെ നിങ്ങളാണ്. അങ്ങനെ ചോദ്യം വരുമ്പോൾ അതിന് നിങ്ങൾ ഭാവിയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യം അത് തീർച്ചയാണ്. ഈ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായിട്ട് പദ്ധതി ആരുടെ പുറത്തും കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേരാം, തുടരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം, ചേരാതിരിക്കാം. ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. UDF LDF ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ. രാഷ്ട്രീയം കളിച്ച് നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്, അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവരുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമായി, കുട്ടികൾ ക്ലാസ് മുറികളിൽ പാമ്പും പഴുതാരയും തേളും ഒന്നും കടി ഏൽക്കാതെ സുരക്ഷിതരായിരുന്നു പഠിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനെ ദയവായി നശിപ്പിക്കരുതേ, അതിനെ ഇല്ലായ്മ ചെയ്യരുതേ എന്ന് മാത്രമേ സർക്കാരിനോടും പ്രതിപക്ഷത്തോടും നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് പറയാനുള്ളൂ.